ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കൺഫ്യൂസിങ് വേർഡ്സിന്റെ ഹാവും ഹാസും ഹാരും ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു ഡസ് ഡിഡ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരും, അതിന്റെ എക്സാമ്പിൾസും സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം ഡു ഡസ് ആൻഡ് ഡിഡ് ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ്. ഡു ഡസ് ആൻഡ് ഡിഡ് ആർ ഫോം ഓഫ് ദി വെർബ് ടു ഡു. ഡു ഡസും പിന്നെ ഡിഡും ആർ അതിന്റെ ഫോം വരുന്നത് വെർബിലാണ്, വെർബ് ടു ഡു. ഓക്കെ, വെർബ് ടു ഡു ആണ് വരുന്നത്. പിന്നെ ദേ ക്യാൻ ബി യൂസ്ഡ്, അതെങ്ങനെ യൂസ് ചെയ്യാം? ആസ് മെയിൻ വെർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് മെയിൻ വെർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ മീനിങ് പെർ ഫോം ഓർ ക്യാരി ഔട്ട്, മീനിങ് വരുന്ന രീതിയിലുള്ള വെർബ്സ് അല്ലെങ്കിൽ ഓർ ദി ഫോം ഓഫ് ക്യാരി ഔട്ട് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഹാസ് ഹെൽപ്പിംഗ് വെർബ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ആക്സിലറി വെർബ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആക്സിലറി വെർബ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ടു മേക്ക് ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ്സ് ആൻഡ് എംപാസസ്, നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാം. നമുക്ക് എംബസൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പാർട്ട് എ വന്നിട്ട് ഫോം ഡു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സബ്ജക്റ്റ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിൽ എങ്ങനെ വരുമെന്ന്. സബ്ജക്റ്റിൽ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തുവാ വരുന്നത് എന്നുള്ളത്. അതായത് ഐ വി യു ദേ പിന്നെ ഹി ഷീ ഇറ്റ്. അപ്പൊ അതില് ഐ വി യു ദേ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രസന്റ് ടെൻസിൽ വരുന്നത് ഡു ആണ്. ഓക്കെ, ഈ നാലെണ്ണത്തിനും നമുക്ക് ഡു ആണ് വരുന്നത്. പിന്നെ പാസ്റ്റ് ടെൻസിന് നമുക്ക് മൊത്തത്തിൽ ഡിഡാ വരുന്നത്. ഓക്കെ കേട്ടോ, എത്രയും വേർഡ്സ് വന്നാലും പാസ്റ്റ് ടെൻസ് നമ്മൾ ഡിഡ് വരും. പിന്നെ അടുത്തത് ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഡസ് വരും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതേ റൂള് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിനും വരുന്നത്. ഇതിൽ നമ്മൾ ഡു ഡസ്, അതിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഹാവും ഹാസും ആണ്. പിന്നെ ഇതിൽ നമ്മൾ ഹാവോ ഹാസും ഹാരും ആണ് പഠിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഡു ഡസ് ഡിഡ് ആണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ വി യു ദേ വരുമ്പോ ഡു, ഹി ഷീ ഇറ്റ് വരുമ്പോ ഡസ് വരും. ഓക്കെ, ബട്ട് ഏതില് ഡിഡ് വരും. മനസ്സിലായോ? ഇനി അടുത്തത് കീ റൂൾസ് ആണ്. ഇതിന്റെ കീ റൂൾസ് എങ്ങനെ വരും നോക്കാവേ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തത് നമുക്ക് കീ റൂൾസ് നോക്കാം. ആ കീ റൂൾസ് എന്ന് വെച്ചാൽ ഡൂയിൽ വരുന്ന കീ റൂൾസ് എന്തൊക്കെയാ? പ്രസന്റ് ടെൻസ് വിത്ത് ഐ യു വി ദേ. ഡൂയിൽ വരുന്നത് പ്രസന്റ് ടെൻസിൽ എന്തൊക്കെയാ വരും? ഐ യു വി ദേ ആണ് വരുന്നത്. ഡസിൽ വരുന്നത് പ്രസന്റ് ടെൻസ് വിത്ത് ഹി ഷീ ഇറ്റ് ആണ് വരുന്നത്. പ്രസന്റ് ടെൻസ് എന്ത് വരും? ഹി ഷീ ഇറ്റ് ആണ് വരുന്നത്. പിന്നെ ഡിഡിൽ വരുന്നത് പാസ്റ്റ് ടെൻസ് ഫോർ ഓൾ സബ്ജക്ട്, എല്ലാത്തിനും കൂടിയിട്ടാണ് ഡിഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം പാർട്ട് ബി. ഓക്കെ, നേരത്തെ നമ്മൾ നോക്കിയത് പാർട്ട് എ ആണ്. നമ്മൾ പാർട്ട് ബി നോക്കാം. അതിൽ ഡു ഡസ് ഡിഡ് വരുന്നത് ആസ് മെയിൻ വെർബാണ്. ഡു ഡിഡ് ഡസ് വരുന്നത് മെയിൻ വെർബാണ് വരുന്നത്. വെൻ ദേ മീൻ പെർഫോം, ക്യാരി ഔട്ട്, കംപ്ലീറ്റ് ഓർ വർക്ക് ഓൺ സംതിങ്. ഇപ്പൊ അത് വരുന്നത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാല് വെൻ ദേ മീൻ പെർഫോം, എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ യു ഡു ദിസ്, യു ഡസ് എന്നൊക്കെ നമ്മൾ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് പെർഫോം. പിന്നെ ക്യാരി, എന്തെങ്കിലും ക്യാരി ചെയ്യുമ്പോൾ ഡിഡ് യു ക്യാരി എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, ക്യാരി ഔട്ട്. പിന്നെ കംപ്ലീറ്റ്, എന്തെങ്കിലും സെന്റൻസ് ഡിഡ് യു കംപ്ലീറ്റ് എന്നൊക്കെ പറയുന്നത്. കംപ്ലീറ്റ് ഓർ വർക്ക് ഓൺ സംതിങ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വർക്ക് ഓൺ സംതിങ്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഡു. ഓക്കെ, ഐ ഡു മൈ ഹോംവർക്ക് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതിൽ ഐ ഡു എന്ന് വരുമ്പോൾ അതിന് സെന്റൻസ് വരുന്നതാണ് ഐ ഡു മൈ ഹോംവർക്ക് എവറി ഡേ. പിന്നെ വി ഡു അവർ വർക്ക് കെയർഫുള്ളി, ഞങ്ങൾ ഞങ്ങളുടെ ജോലി വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നു. വി ഡു അവർ വർക്ക് കെയർഫുള്ളി. ഓക്കെ, ഇനി ദേ ഡു യോഗ എവറി മോർണിംഗ്. ദേ ഡു യോഗ എവറി മോർണിംഗ്. യോഗ അവർ എല്ലാ ദിവസവും യോഗ എല്ലാ ദിവസവും രാവിലെ യോഗ ചെയ്യുന്നു. ഓക്കെ, ഇനി ഡസ് നമുക്ക് നോക്കാം, അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെ വരുമെന്ന്. ഹി ഡസ് ഹിസ് ഹോംവർക്ക് ഡെയിലി, അവൻ അവന്റെ ഹോംവർക്ക് ദിവസവും ചെയ്യുന്നു.
ഷീ ഡസ് ദ ക്ലീനിങ്, അവള് വീട് ക്ലീൻ ചെയ്യുന്നു. ഇറ്റ് ഡസ് ദ ജോബ് വെൽ, അത് അതിന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഡിഡ് നോക്കാവേ. ഡിഡ് വെച്ചിട്ട് ഉള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഡ് വെച്ചിട്ട് നോക്കാം. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഡിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? പാസ്റ്റ് ടെൻസ് ആണ് വരിക. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ എന്റെ ഹോംവർക്ക് ചെയ്തു എന്നാണ് നമ്മൾ പറയാ. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് യെസ്റ്റർഡേ എന്ന് നമ്മൾ എടുത്തു പറയും കേട്ടോ. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ, ഷീ ഡിഡ് ദി വാഷിംഗ്, അവളെ വാഷിംഗ് ചെയ്തു. ഓക്കെ, ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, അവർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പിന്നെ പാർട്ട് സി ആണ്. ഓക്കെ, പാർട്ട് ബി മനസ്സിലായല്ലോ. ഇനി പാർട്ട് സി, ഡു ഡസ് ഡിഡ് ആസ് ഹി ഹെൽപ്പിംഗ്. ഓക്കെ, ആസ് ഹെൽപ്പിംഗ് വെർബാണ്. ഡു ഡസ് ഡിഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വെർബ്, അതായത് എന്തെങ്കിലും സെന്റൻസിന് ഇടയിൽ നമ്മൾ ഈ ഒരു വേർഡ് ചേർക്കുമ്പോഴാണ് അത് ഹെൽപ്പിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, മറ്റൊരു വെർബിനെയൊക്കെ സഹായിക്കുന്ന പോലെയാണ് ഈ ഒരു വേർഡ്സ് വരുന്നത്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ദീസ് ആർ യൂസ് ടു ഫോം, ഇതൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, നെഗറ്റീവ് സെന്റൻസിൽ യൂസ് ചെയ്യാറുണ്ട്, എംബസൈസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ 3 കാറ്റഗറീസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിൽ വരുമ്പോഴത്തേക്കും സ്ട്രക്ചറും പിന്നെ അതിന്റെ പ്രസന്റ് സിമ്പിളുമാണ് വരുന്നത്. സോ അപ്പൊ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഡു സ്ലാഷ് ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് വെർബാണ് വരുന്നത്. ഡു അല്ലെങ്കിൽ ഡസ്, പിന്നെ പ്ലസിൽ സബ്ജക്റ്റും പിന്നെ ബേസ് വെർബും ആണ് വരുന്നത്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഓക്കെ, ഡു യു ലൈക്ക് കോഫി, നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് കോഫി എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കും. നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? ഡു ദേ പ്ലേ ഫുട്ബോൾ, അവര് ഫുട്ബോൾ കളിക്കുമോ എന്ന് നമ്മൾ ചോദിക്കും. ഡു ദേ പ്ലേ ഫുട്ബോൾ, അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഡു വി നീഡ് ഹെൽപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിക്കും. ഇനി അടുത്തത് ഡസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും നോക്കാം. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. പിന്നെ ഡസ് ഷീ ലൈക്ക് മ്യൂസിക്, അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണോ എന്ന രീതിയിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി, അത് ശരിക്ക് പ്രവർത്തിക്കുമോ എന്ന് വരുന്നതിനുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് സിമ്പിൾ ആണ്. ഡു ഡസ് നമ്മൾ നോക്കി. ഇനി പാസ്റ്റ് സിമ്പിളിൽ വരുന്നത് ഏതാ നോക്കാം. അതായത് ഡിഡ് വരുന്നത്, ഇത് ഡൂം ഡസ് മാത്രമാണ്. ഡൂം ഡസ് ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. ഡിഡ് പാസ്റ്റിലാ വരുന്നതുകൊണ്ട് നമ്മൾ പാസ്റ്റ് സിമ്പിളാ പറയുന്നത്. ഇത് ഡൂ ഡസും പ്രസന്റ് സിമ്പിൾ ആണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡൂ ഡസും പ്രസന്റ് സിമ്പിൾ ആണ് വരുന്നത്. ഡിഡാണ് പാസ്റ്റ് വരുന്നത്. ഓക്കെ, പാസ്റ്റ് സിമ്പിൾ ആണ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയാൻ. ഓക്കെ, ബിക്കോസ് ഇത് കൺഫ്യൂസിങ് വേർഡ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കൺഫ്യൂഷൻ ആക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോ പാസ്റ്റ് സിമ്പിളിൽ വരുമ്പോ നമ്മൾ എങ്ങനെ പറയും? ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബാണ് വരുന്നത്. ഡിഡും പിന്നെ ഒരു സബ്ജക്റ്റും പിന്നെ ബേസ് വെർബും. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാവേ എങ്ങനെ വരുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിഡ് യു വിസിറ്റ് ലണ്ടൻ, നിങ്ങൾ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഡിഡ് ഷീ കോൾ യു, അവൾ നിന്നെ വിളിച്ചോ എന്ന്. പിന്നെ ഡിഡ് ദേ ഫിനിഷ് ദ പ്രോജക്റ്റ്, അവര് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തോ അല്ലെങ്കിൽ തീർത്തോ എന്നാണ് നമ്മൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് റൂൾ ആണ്. അതെങ്ങനെ വരും നോക്കാം. ആഫ്റ്റർ ഡിഡ് യൂസ് ദ ബേസ് ഫോം ഓഫ് ദി വെർബ്. നമ്മൾ ആഫ്റ്റർ ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ദി ബേസ് ഫോം ഓഫ് വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ശരിയായ രീതിയിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഡിഡ് ഷീ ഗോ ടു സ്കൂൾ, നമ്മൾ ചോദിക്കത്തില്ല ഡിഡ് ഷീ ഗോ ടു സ്കൂൾ, നമ്മൾ സ്കൂളിൽ പോയോ ഇന്ന് എന്ന രീതിയിൽ വരും. അപ്പൊ അതിന്റെ ഡിഡ് ഷീ വെൻ ടു സ്കൂൾ എന്ന് നമ്മൾ ചോദിക്കാറില്ല. വെന്റിന് പകരം നമ്മൾ പാസ്റ്റ് ടെൻസ്, വെന്റിന് പകരം നമ്മൾ എന്തോ യൂസ് ചെയ്യാം? വെന്റിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഗോ, വെന്റ് ഗോ.
അപ്പോൾ വെന്റിന് പകരം ഗോ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സെന്റൻസ് കറക്റ്റ് ആവുന്നത്. ഗോ ആണ് കറക്റ്റ്. നിങ്ങൾ ഒരിക്കലും ഡിഡ് ഷി വെന്റ് ടു സ്കൂൾ എന്ന് ചോദിക്കും. ഡിഡ് ഷി ഗോ ടു സ്കൂൾ എന്ന് ചോദിക്കണം. ഗോ പോവാണ്, ഗോ ടു സ്കൂൾ. വെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗോന്റെ പാസ്റ്റ് ആണ്. ഓക്കെ, പ്രസന്റിൽ വരുമ്പോൾ ഗോയാ വരുന്നത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാല് ഗോയ്ക്ക് പകരം വെന്റ് എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വെന്റ് എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഡ് ഹി ഏറ്റ് ലഞ്ച്? അവൻ ഉച്ചഭക്ഷണം കഴിച്ചോ? ഓക്കെ, ഡിഡ് ഹി ഏറ്റ് ലഞ്ച്? ഈറ്റിന്റെ പാസ്റ്റ് ആണ് ഏറ്റ്. അപ്പൊ നമ്മൾ നമ്മളിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചായെങ്കിൽ നമ്മൾ ചോദിക്കും. ഇപ്പൊ നമ്മൾ വൈകുന്നേരം പോയിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ ആരും ചോദിക്കാറില്ല. വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ ചായയുടെ കാര്യം ചോദിക്കുക. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ചോദിക്കുന്ന ഭക്ഷണമാണ് ഈറ്റ്. അപ്പൊ ഈറ്റ് എന്നേ വരത്തുള്ളൂ, എയ്റ്റ് എന്ന് വരത്തില്ല. ഓക്കെ, ഇന്നലത്തെ കാര്യമാണെങ്കിൽ നമുക്ക് എയ്റ്റ് എന്ന് വരും. ഓക്കെ, ഇന്നലത്തെ കാര്യമാണെങ്കിൽ എയ്റ്റ് എന്ന് വരും. ഇന്ന് നടക്കുന്ന കാര്യമാണെങ്കിൽ ഈറ്റ് എന്നേ വരത്തുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നെഗറ്റീവ് സെന്റൻസ് ആണ് അടുത്തത്. അതിൽ പ്രസന്റ് സിമ്പിൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഡു ഡസ് പ്ലസ് നോട്ട് ബേസ് വെർബാണ് വരുന്നത്. ഇതിൽ സബ്ജക്റ്റ് വരും, പിന്നെ എന്ത് വരും? പ്ലസ് ഇട്ടിട്ട് ഡു അല്ലെങ്കിൽ ഡസ് വരും, പിന്നെ പ്ലസ് ഇട്ടിട്ട് നോട്ട് വരും, ഡസ് നോട്ട്, അങ്ങനെ രീതിയിൽ വരും. ഓക്കെ, പ്ലസ് ബേസ് വെർബ് വരുന്നത്. നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടും കൂടി വരും കേട്ടോ. അപ്പോൾ ഡു നോട്ട്, ഡോണ്ട്. ഡു നോട്ട് നമ്മൾ എഴുതുന്നെങ്കിലും അതിന്റെ ഷോർട്ടായിട്ട് നമ്മൾ പല പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡു നോട്ട് പകരം നമ്മൾ ഡോണ്ട് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അത് ഷോർട്ട് ഫോം ആണ്. ഓക്കെ, കാരണം പലർക്കും സംശയമുണ്ട് ഈ കോമ ഇട്ടാൽ എങ്ങനെ വായിക്കുമെന്ന്. പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്, ഡു നോട്ട് എന്ന് പറഞ്ഞാൽ ഡോണ്ടും രണ്ടും ഒന്നാണ്. നമ്മളിപ്പം പെട്ടെന്ന് എഴുതുമ്പോൾ നമ്മൾ DONT ഡോണ്ട് എന്ന് എഴുതിയാൽ മതി. അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഡോണ്ട് യൂസ്. ഐ ഡോണ്ട് ലൈക്ക് ടീ. വി ഡോണ്ട് വാച്ച് TV ഓഫ്റ്റൻ. ഞങ്ങൾ എപ്പോഴും TV കാണത്തില്ല. ഓക്കെ, ഡോണ്ട് അവിടെ ഡോണ്ടാ. ദേ ഡോണ്ട് പ്ലേ ടെന്നീസ്. അവര് ടെന്നീസ് കളിക്കത്തില്ല. അടുത്തത് ഡസ് ആണ്. ഇത് ഡൂയിന്റെ ഡു നോട്ട് ഡോണ്ട് വരുന്നത്. ഇനി ഡസ് നോട്ട് ഡസന്റ് വരുന്നത്. മനസ്സിലായോ? അത് ഡു നോട്ട്. നമ്മൾ ഡു നോട്ട് വെച്ചിട്ട് വരുമ്പോൾ ഡോണ്ട് എന്ന് പറയും. ഇവിടെ ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ ഡസന്റ് എന്ന് പറയും. ഓക്കെ, ശ്രദ്ധിക്കണം പ്രത്യേകം. നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറയാവുള്ളൂ. പ്രൊനൗൺസിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഡോണ്ടിന്റെ ഡസിന്റെ നോക്കാം. ഇപ്പൊ നമ്മൾ ഡൂയിന്റെ നോക്കിയത്. ഡസ് നോട്ടിന്റെ നോക്കാം. അപ്പൊ ഡസന്റ് എന്ന് പറയും. ഓക്കെ, ഹി ഡസൻ ലൈക്ക് ടീ. അവന് ചായ ഇഷ്ടമല്ല. ഷീ ഡസൻ ഡ്രൈവ്. അവൾക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമില്ല. ഇറ്റ് ഡസൻ വർക്ക്. അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഡസന്റ് ആക്കി എടുക്കുന്നത്. അപ്പൊ അതിന്റെ റൂളിലോട്ട് പോവാം. ഓക്കെ, ആഫ്റ്റർ നമ്മൾ ഇതിലും സെയിം ആണ്. മറ്റേ എന്തുവാ ഡിഡിന്റെ ഇത് വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ആഫ്റ്റർ ഡസന്റ് യൂസ് ബേസ്. ആഫ്റ്റർ ഡസന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഡസൻ ലൈക്ക് കോഫി. അവൾക്ക് കോഫി ഇഷ്ടമല്ല എന്ന് ബേസ് ഉണ്ട്. ഡസന്റ് ലൈക്ക് കോഫി. ഓക്കെ, ഓക്കെ, ഷീ ഡസൻ ലൈക്ക് കോഫി നമ്മൾ പറഞ്ഞു. അപ്പം ഷീ ഡസൻ ലൈക്സ് കോഫി നമ്മൾ പറയത്തില്ല. അവിടെ എസ് ചേർക്കത്തില്ല. ഷീ ഡസൻ ലൈക്ക് കോഫി അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, പിന്നെ പാസ്റ്റ് സിമ്പിളിൽ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട്. ഇപ്പൊ ഡിഡിന്റെ ആണ് പറയുന്നത്. ഡിഡ് നോട്ട് വരുമ്പോൾ ബേസ് വെർബിൽ എക്സാമ്പിൾ ഐ ഡിഡിന്റ് ഗോ എന്നാണ് നമ്മൾ പറയാം. ഐ ഡിഡിന്റ് ഗോ. ഡിഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഐ ഡിഡിന്റ് ഗോ. ഷീ ഡിഡിന്റ് കോൾ. അവൾ എന്നെ വിളിച്ചില്ല. ദേ ഡിഡിന്റ് അറൈവ്. അവൾ ഇന്നലെ എത്തിയില്ല. അപ്പൊ അതിന്റെ റൂൾ നോക്കാം. ആഫ്റ്റർ ഡിഡിന്റ് യൂസ് ദ ബേസ് വെർബ്. ഡിഡിന്റ് കഴിഞ്ഞ ബേസ് വെർബ്. ഹി ഡിഡിന്റ് ഈറ്റ്. ഓക്കെ, അവൻ കഴിച്ചില്ല. അല്ലെങ്കിൽ ഈ ഡിഡിന്റ് ഈറ്റ് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഈറ്റ് കഴിച്ചില്ല എന്നാണ് പറയാ നമ്മൾ. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? പിന്നെ അടുത്തത് നോക്കാം. ഓക്കെ, പാർട്ട് ഡി ആണ് നോക്കാം. എംബസൈസിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. വി യൂസ് ഡു. നമ്മൾ എന്താ ഡു യൂസ് ചെയ്യും. ഡസ് ഡിഡ് ടു എംബസൈസ് എ സ്റ്റേറ്റ്മെന്റ്. എംബസൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുവാണ്? വി യൂസ് ഡു ഡസ് ഡിഡ്. ഈ മൂന്ന് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പൊ അത് പ്രസന്റിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഐ ഡു ലൈക്ക് ചോക്ലേറ്റ്. ഐ ഡു ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ദേ ഡു അണ്ടർസ്റ്റാൻഡ്. അവർക്കത് മനസ്സിലാവൂ. വി ഡു നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വി ഡു നീഡ് യുവർ ഹെൽപ്പ്. പ്രസന്റിൽ വരുമ്പോൾ ഹി ഷീ ഇറ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഷീ ഡസ് ലവ് ഹർ ഫാമിലി. ഷീ ഡസ്. അവൾക്ക് അവളുടെ ഫാമിലിനെ ഇഷ്ടമാണ്. ഹി ഡസ് വർക്ക് ഹാർഡ്. അവന്റെ ജോലി ഭംഗിയായി ചെയ്യുന്നു. ഇനി പാസ്റ്റിൽ വരുന്നത് പ്രസന്റിൽ വരുന്നതാണ് നമ്മളിപ്പോ നോക്കിയത്. ഡൂം ഡസും. ഇനി പാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഐ ഡിഡ് ഫിനിഷ് ദി റിപ്പോർട്ട്. ഞാൻ ഈ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തു. ഷീ ഡിഡ് കോൾ യു. അവള് വിളിച്ചു. ദേ ഡിഡ് അവള് വിളിച്ചു. ദേ ഡിഡ് ട്രൈ. അവൾ ട്രൈ ചെയ്തു. ദീസ് ഫോം ഷോ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് സെർട്ടണിറ്റി. ഈ ഫോംസ് ഒക്കെ കാണിക്കുന്നത് എന്തുവാ നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ നോക്കിയത് എന്തുവാന്ന്. അതൊരു സ്ട്രോങ് ഫീലിങ്സ് ആയിട്ടാണ് വരുന്നത്. എംബസൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദീസ് ഫോം ഷോ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് സെർട്ടണിറ്റി ആണ് നമുക്ക് നോക്കുന്നത്. സ്ട്രോങ് ഫീലിങ്സും അതിന്റെ ഒരു സെർട്ടണിറ്റി ആണ്. അപ്പൊ പാർട്ട് ഇ നോക്കാം. കോമൺ സെന്റൻസ് പാറ്റേൺ ഇൻ പാറ്റേണിൽ വരുമ്പോൾ എങ്ങനെ വരും നോക്കാം. പാറ്റേൺ 1 വരുമ്പോൾ പോസിറ്റീവ് ആണ് വരുന്നത്. അതിൽ സബ്ജക്റ്റ് നോക്കില്ല. സബ്ജക്റ്റും പിന്നെ ഇവിടെ വെർബും ആണ് വരുന്നത്. സബ്ജക്റ്റിൽ എന്താ വരും? ഐയിൽ വരുന്നത് പ്ലേ വരും. ഹി പ്ലേസ് വരും. ദേ പ്ലേ വരും. ഓക്കെ, ഇതിങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. ഹി പ്ലേസ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഇവിടെ ഈക്ക് മാത്രമാണ് നമ്മൾ എസ് ചേർക്കുക. ഓക്കെ, നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുന്നു. പാറ്റേൺ 2 നോക്കാം. നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെ നോക്കാം. അത് സബ്ജക്റ്റും സ്ട്രക്ചറും ആണ്. സബ്ജക്റ്റിൽ ഐ വരുമ്പം ഡോണ്ട് പ്ലേ. സ്ട്രക്ചറിൽ വരുന്നത് ഡോണ്ട് പ്ലേ. ഹി എന്ന് വരുമ്പോൾ ഡസന്റ് പ്ലേ. ദേ വരുമ്പോൾ ഡോണ്ട് പ്ലേ. എവരി വൺ ഡിഡിൻ പ്ലേ. അങ്ങനെയാ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. ഹി ഡസൻ പ്ലേ ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറില്ല. ദേ ഡിഡിൻ പ്ലേ ഫുട്ബോൾ. അവര് ഫുട്ബോൾ കളിച്ചില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി പാറ്റേൺസ് 3 നോക്കാം. ക്വസ്റ്റ്യൻസ്, സ്ട്രക്ചറും പിന്നെ അതിന്റെ എക്സാമ്പിൾസും നോക്കാവേ. ഓക്കെ, പാറ്റേൺ 3 ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രക്ചർ, എക്സാമ്പിൾ. ഡു പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വരുമ്പോൾ ഡു യു പ്ലേ എന്നാണ് വരുന്നത്. ഡു സബ്ജക്റ്റില് യു. ഡു യു പ്ലേ. വെർബിൽ പ്ലേ. ഓക്കെ, ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പറയും? ഡസ് ഹി പ്ലേ എന്നാണ് വരുന്നത്. ഓക്കെ, ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വരുമ്പോൾ എങ്ങനെ വരും? ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വരുമ്പോൾ എങ്ങനെ വരും? ഡിഡ് ദേ പ്ലേ. ഓക്കെ, പാർട്ട് എഫ് നമുക്ക് നോക്കാം. എഫ് ആണ്. ഫ്രീക്വന്റ് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മിസ്റ്റേക്ക് 1, ഡസ് ഹി ലൈക്ക് മ്യൂസിക്. അവന് മ്യൂസിക് ഇഷ്ടമാണെന്നുള്ള രീതി തെറ്റാണ്. നമ്മൾ ഡസ് ഷീ ലൈക്ക് മ്യൂസിക് ആണ്. ലൈക്സ് നമ്മൾ ഒരിക്കലും പറയത്തില്ല. പിന്നെ മിസ്റ്റേക്ക് 2, ഡിഡ് ഹി വെന്റ് ഹോം. ഡിഡ് ഹി ഗോ ഹോം എന്നാണ് നമ്മൾ ചോദിക്കുക. ഡിഡ് ഹി ഗോ ഹോം. ഓക്കെ, മിസ്റ്റേക്ക് 3. ഓക്കെ, നമുക്ക് നോക്കാം. ഹി ഡോണ്ട് ലൈക്ക് ടീ. അവന് ചായ ഇഷ്ടമല്ല. പിന്നെ ഹി ഡസൻ ലൈക്ക് ടീ. അവന് ചായ ഇഷ്ടമല്ല. മലയാളത്തിൽ സെയിം ആയിട്ടാണ് വരുന്നത്. ഡോണ്ടും ഡസന്റും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ സെയിം മീനിങ് ആണ് വരുന്നത്. പിന്നെ മിസ്റ്റേക്ക് 4, ഷീ ഡു ഹർ വർക്ക്. അവൾ അവളുടെ ജോലി ചെയ്യുന്നു. ഷീ ഡസ് ഹർ വർക്ക്. അവൾ അവളുടെ ജോലി ചെയ്യുന്നു. സെയിം തന്നെയാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ആയിട്ടുള്ള സമ്മറി നോക്കാം. ഡു എന്നിട്ട് പ്രസന്റ് ടെൻസ് വിത്ത് ഐ യു വി ആണ് വരുന്നത്. ഓക്കെ, പ്രസന്റ് ടെൻസ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഐ യു വി ദേ ആണ് വരുന്നത്. ഓക്കെ, ഡസ് വരുമ്പോഴത്തേക്കും പ്രസന്റ് ടെൻസ് വിത്ത് ഹി ഷീ ഇറ്റ് ആണ് വരുന്നത്. ഡിഡ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് വിത്ത് ഓൾ സബ്ജക്റ്റ് ആണ് വരുന്നത്. പിന്നെ ആഫ്റ്റർ ഡു ഡസ് ഡിഡ് ഓൾവേസ് യൂസ് ദ ബേസ് ഫോം ഓഫ് മെയിൻ വേർഡ്. നമ്മൾ എപ്പോഴും ഡിഡ് ഡു ഡസ് ഡിഡ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മെയിൻ വെർബ് യൂസ് ചെയ്യുക. ബേസ് ഫോം ഓഫ് ദി മെയിൻ വെർബ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. യൂസ് ബേസ് ഫോം ഓഫ് ദി മെയിൻ വെർബ്. ഓക്കെ, മേക്കിംഗ്
ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡു യു ലൈക്ക് പിസ്സ? ഓക്കെ. ഡസ് ഷീ വർക്ക് ഹിയർ? അവൾ ഇവിടെ ജോലി ചെയ്യാനോ? ഡിഡ് ദേ അറൈവ് യെസ്റ്റർഡേ? അവൾ ഇന്നലെ എത്തിയോ? ഹി ഡസൻ സ്മോക്ക്? അവൾ പുകവലിക്കില്ല. വി ഡിഡിൻ ഗോ? ഞങ്ങൾ പോയില്ല. ഓക്കെ. ഓക്കെ, ഇതിന്റെ ഗോൾഡൻ റൂൾ നോക്കാം കേട്ടോ. വെൻ യു യൂസ് ഡസ് ഓർ ഡിഡ് ആസ് ഹെൽപ്പിംഗ് വെർബ് റിട്ടേൺസ് ടു ഇറ്റ്സ് ബേസ് ഫോം. ഇപ്പൊ നിങ്ങൾ ഡസോ അല്ലെങ്കിൽ ഡിഡോ യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പിംഗ് വെർബിനെ റിട്ടേൺ ചെയ്തിട്ട് അതിന്റെ ബേസ് ഫോം ആയിട്ട് മാറും. ഓക്കെ. ഡസ് ഹി പ്ലേസ് എന്ന് വെച്ചാൽ നോട്ട് പ്ലേസ്. ഡിഡ് ഷി ഗോ? നോട്ട് വെന്റ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് എന്തുകൊണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഓർത്തു വെച്ചോളാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ക്ലാസ് കേൾക്കുക. തിരിച്ചു മറിച്ചും എല്ലാം കേട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. പാർട്ട് ജി. ഓക്കെ, പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ചൂസ് ഡു ഡസ് ഓർ ഡിഡ്. ഏതാ വരുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് പറയാം. ഡാഷ് യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഷീ സ്റ്റഡി ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കുമോ? ദേ വിസിറ്റ് പാരീസ് ലാസ്റ്റ് ഇയർ? അവൾ കഴിഞ്ഞ വർഷം പാരീസ് വിസിറ്റ് ചെയ്തു. ഹി ഡാഷ് ഇസ് ഹോംവർക്ക് എവ്രി ഡേ? അവൻ എല്ലാ ദിവസവും അവന്റെ ഹോംവർക്ക് ചെയ്തു. വി ഡാഷ് നോട്ട് നോ ദി ആൻസർ? ഞങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല. ഇത് ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ എന്നുള്ളത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 1 എന്ന് ഇട്ടിട്ട് ഡിഡ് ആണോ 2 ഇട്ടിട്ട് അങ്ങനെ എന്താണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എഴുതുക. ഓക്കെ. ഇനി ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓക്കെ. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കാം. കറക്റ്റ് സെന്റൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഡസ് ഹി പ്ലേ ഫുട്ബോൾ? അവൻ ഫുട്ബോൾ കളിക്കുമോ? ഡിഡ് ഷീ വെന്റ് ഹോം? അവൾ ഇന്നലെ വീട്ടിൽ പോയോ? ഹി ഡോണ്ട് ലൈക്ക് മിൽക്ക്? അവന് പാൽ ഇഷ്ടമല്ല. ഷീ ഡസൻ സ്റ്റഡി ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കത്തില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് സെന്റൻസ് എങ്ങനെ വരുമെന്നുള്ളത് നമ്പർ 1 എന്ന് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്റെ താഴെ മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇപ്പൊ ഡെസി പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഡെസി പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെ വരും, എന്താണ് അതിലെ മിസ്റ്റേക്ക് മാറ്റിയിട്ട് ആ സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുക. അതാണ് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ. വന്നിട്ടിട്ട് ഇതിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിൽ ഏതാണ് മിസ്റ്റേക്ക്, ഏതാണ് അതിൽ വരണ്ടാത്തത്, ഏത് ലെറ്റർ ആണ് എടുക്കേണ്ടത്, അങ്ങനെ നോക്കിയിട്ട് നിങ്ങളത് എഴുതിയിട്ട് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ എൻ്റെ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം, ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. ഓക്കെ. ഓക്കെ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്ന ഇതിന്റെ ആൻസർ ഏതാന്ന് വെച്ചാല് ഷീ ഹാസ് എ ന്യൂ ലാപ്ടോപ്പ് എന്നാണ് വരുന്നത്. ദേ ഹാവ് ഫിനിഷ്ഡ് their homework. I had a bicycle when I was 10. Okay. We dash he has completed the project. വി ഹാവ് മെനി ഫ്രണ്ട്സ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എത്ര പേർക്കാണ് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പറയാട്ടോ, കമന്റ് ചെയ്താൽ മതി. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷോ ഗ്രാമറോ അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പൊ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ വിളിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ അപ്പൊ നമുക്കൊരു മറ്റൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.